ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് അച്ചാറാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ആദ്യം 1/2 കിലോ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാന് അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് ഈ ബീട്രൂട്ട് വറക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ആക്കുന്നത്. ഈ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വറന്ന് വരണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി പോരാ കേട്ടോ, നന്നായിട്ട് വറക്കണം. നന്നായിട്ട് വറന്ന് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഈ എണ്ണ നമുക്കിങ്ങനെ തിരിച്ചിറങ്ങി വരും. ഈ എണ്ണ തിരിച്ചിറങ്ങി വരുന്നോടം വരെ ബീട്രൂട്ട് വറക്കണം കേട്ടോ. ബീട്രൂട്ട് വറുത്തതിന് ശേഷം നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കോരി മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത സാധനങ്ങൾ വറുത്തെടുക്കുന്നത്. ഇതിന് നമ്മൾ ഓരോന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബീട്രൂട്ട് മാറ്റിയതിന് ശേഷം പാൻ അടുപ്പത്തേക്ക് വെച്ച് നമ്മൾ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അത് അരിഞ്ഞതും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഒരു ബ്രൗൺ കളർ ആകുന്നോടം വരെ അത് മൂപ്പിച്ച് കരിഞ്ഞു പോകാതെ നോക്കണേ. മൂപ്പിച്ച് അതും നമ്മൾ ബീട്രൂട്ട് വാങ്ങി എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ കോരിയിട്ടാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മളൊരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇടത്തരമാണെങ്കിൽ ഒരു 15 എണ്ണമൊക്കെ എടുക്കാം. ഇവിടെ കുറച്ച് വലിയ ചെറിയുള്ളി ആയതുകൊണ്ട് 10 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതും നല്ല ബ്രൗൺ കളർ ആകുന്നോടം വരെ വറുത്ത് കോരി നമ്മുടെ ബീട്രൂട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ വറുത്ത് കോരി മാറ്റാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ പച്ചമുളക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. എരിവ് കുറച്ച് മതിയെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം കേട്ടോ. പച്ചമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരണേ. മൂത്തതിന് ശേഷം ഇത് നമ്മൾ ആദ്യം കോരി വെച്ച പോലെ തന്നെ ബീട്രൂട്ടിൻ്റെ പാത്രത്തിലേക്ക് ഇതും കൂടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഓരോന്ന് വറുത്തെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സമയം വ്യത്യാസം ഉണ്ടല്ലോ. പച്ചമുളകും ചെറുള്ളിയൊക്കെ വറന്ന് വരുന്നതിന് ഒരു സമയം വ്യത്യാസമുണ്ട്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഓരോന്നായിട്ട് വറുത്തെടുക്കുന്നത് കേട്ടോ. പച്ചമുളക് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ പാൻ തന്നെ അടുപ്പത്തിലേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ചിലപ്പം നമുക്ക് ആ വറുത്ത വെളിച്ചെണ്ണ തന്നെ മതി. അതുകൊണ്ട് നമുക്ക് തികയും. ചില സമയത്ത് മാത്രം നമുക്കത് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് പൊടി മൂപ്പിക്കുമ്പോൾ അറിയാം. അന്നേരം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ വെളിച്ചെണ്ണ തന്നെ നമ്മൾ അടുപ്പത്തേക്ക് വെക്കുന്നു. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇടേണ്ടവർക്ക് ഇടാം, അത് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം. കറിവേപ്പില ഇടുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. ചിലർ ബീട്രൂട്ടിന് കറിവേപ്പില ഇടുകയല്ല കേട്ടോ. ഞാനിവിടെ ഇടുന്നുണ്ട്. കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇവിടെ എൻ്റെ ബീട്രൂട്ട് ഒരു 1/2 കിലോയോളം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നമ്മൾ ഈ പൊടി ഇടാൻ നേരത്ത് സ്റ്റൗ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ചില സമയത്ത് നമ്മുടെ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഓണാക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയുടെയും കൂടെ ആവശ്യമുണ്ട്. ഇത് നമ്മൾ പൊടി ഇടുമ്പോൾ അറിയാം. പൊടി ഒട്ടും ഇങ്ങനെ കുതിരാതെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മുളക് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. മൂത്ത് വരുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരുവേ. അതുവരെ നമ്മൾ ഈ മുളകൊന്ന് മൂപ്പിക്കണം. ഇത് മൂത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി ഇതിൽ കുറച്ചധികം വേണം. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ബീട്രൂട്ടിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യം വിനാഗിരിയാണ്. 1/2 കപ്പ് വിനാഗിരി ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ബീട്രൂട്ടും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഉപ്പും കൂടി ഈ ടൈമിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 3-4 മിനിറ്റോളം നമ്മളിത് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഈ മുളകും ഇതെല്ലാം കൂടി ഒന്ന് പെരണ്ട് വരാനായിട്ട്. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓഫാക്കി വെച്ച് ഇത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണേ. അതിനുശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ല ചില്ല് ഭരണിയിൽ അടപ്പ് നല്ല ടൈറ്റുള്ള ചില്ല് ഭരണിയിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.